മകയിരം, തിരുവാതിര, പുണർദം, ഉത്രം, അത്തം, ചിത്തിര, വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന 9 നക്ഷത്രക്കാരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ദിവസമാണ് ഏപ്രിൽ 7-ാം തീയതി തിങ്കളാഴ്ച. കാരണം വേദജ്യോതിഷ പ്രകാരം ഏറ്റവും അധികം പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യമാണ് ഗ്രഹാധിപനായ ചൊവ്വയുടെ രാശിമാറ്റം എന്ന് പറയുന്നത്. ചൊവ്വ അനുഗ്രഹഭാവത്തിൽ വരുന്ന വ്യക്തികൾക്ക് വർഷാവർഷങ്ങളായി നിങ്ങൾ ആഗ്രഹിച്ചിട്ടും പരിശ്രമിച്ചിട്ടും നടക്കാതിരുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ കഴിയും എന്നുള്ളതിന് പുറമെ തന്നെ പല വ്യത്യസ്തമായ മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയാകും എന്നതാണ് ഇതിൽ അതിവിശേഷപ്പെട്ട വസ്തുത. ഏപ്രിൽ 7-ാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ 1:32 ചൊവ്വ മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകം രാശിയിലേക്ക് രാശിമാറ്റം നടത്തുന്നത്. ചൊവ്വയുടെ ഈ രാശിമാറ്റം ഈ 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിലും നിങ്ങൾ തീർത്തും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും വന്നു ചേരുവാൻ ഇടയാക്കുമെന്നുള്ളതിൽ സംശയമേ വേണ്ട. അപ്പോൾ ഈ 3 രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഏപ്രിൽ മാസം 7-ാം തീയതി തിങ്കളാഴ്ച സംഭവിക്കുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തൊരു കാര്യമാണെങ്കിലും നല്ല രീതിയിൽ അത് പൂർത്തിയാക്കണമെങ്കിൽ അതിനുള്ള ധൈര്യവും ആത്മവിശ്വാസവും പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള മനക്കരുത്തും കൂടിയേ തീരൂ. അതോടൊപ്പം തന്നെ ഭാഗ്യത്തിൻ്റെ തുണയും ഉണ്ടാവണം. അപ്രകാരം നോക്കുമ്പോൾ ഇതെല്ലാം ചൊവ്വയുടെ ഈ രാശിമാറ്റം കൊണ്ട് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഇതിൽ ആദ്യമായി ചൊവ്വയുടെ ഈ രാശിമാറ്റം കൊണ്ട് ഏപ്രിൽ മാസം 7-ാം തീയതി തിങ്കളാഴ്ച മുതൽ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ കാര്യങ്ങളും നേട്ടങ്ങളുമെല്ലാം അനുഭവിച്ചറിയുവാൻ പോകുന്ന രാശിക്കാർ മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ്. മിഥുനം രാശിക്കാരുടെ 2-ാം ഭാവത്തിലാണ് ചൊവ്വയുടെ കർക്കിടകം രാശിയിലുള്ള സംക്രമണം നടക്കുന്നത്. അതായത് ഏപ്രിൽ മാസം 7-ാം തീയതി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യത്തിൻ്റെ തുണ വളരെയധികം വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും. മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരായിട്ടുള്ള പല വ്യക്തികളും ഇന്ന് വരെയുള്ള ജീവിതത്തിൽ വളരെയധികം കഷ്ടതകളും കാര്യതടസ്സങ്ങളും മാനസിക സംഘർഷങ്ങളുമെല്ലാം അനുഭവിച്ചു വരുന്നവരാണ്. എത്രയൊക്കെ അധ്വാനിച്ചാലും വരുമാനത്തിൽ ഒരു മേൽഗതിയില്ല. വീടിൻ്റെ അവസ്ഥയിലും പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും തന്നെ ഇതുവരെ കാണുവാൻ കഴിഞ്ഞിട്ടില്ല. പ്രായമായിട്ടുള്ള മിഥുനം രാശിക്കാർക്ക് മക്കളെക്കുറിച്ച് ഓർത്ത് വേവലാതിയാണ് എപ്പോഴും. എന്നാൽ ഈ ചൊവ്വയുടെ രാശിമാറ്റം കൊണ്ട് മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചു വന്ന ഭൂരിഭാഗം പ്രശ്നങ്ങൾക്കും ഒരു ശമനം കാണുവാൻ കഴിയുമെന്നുള്ളതിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല. അതുമാത്രമല്ല, എന്ത് ജോലി ചെയ്യുന്ന മിഥുനം രാശിക്കാരാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നിങ്ങൾക്ക് ചൊവ്വയുടെ രാശിമാറ്റത്തോടെ വളരെയേറെ കൃത്യത കൈവരിക്കുവാൻ കഴിയും. അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണെങ്കിലും അതെല്ലാം എപ്പോഴും വിജയത്തിലേക്കായിരിക്കും നിങ്ങളെ എത്തിക്കുന്നത്. ഇതിനാൽ തന്നെ വളരെയധികം പ്രതിസന്ധികൾ ഇതുവരെ ജോലി സ്ഥലങ്ങളിൽ അനുഭവിച്ചിരുന്ന മിഥുനം രാശിക്കാർക്ക് ഇനി ഈ ഒരു സമയത്ത് നിങ്ങളുടെ സൽപ്പേര്
ജോലി സ്ഥലങ്ങളിൽ ഉയരുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും സംഭവിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് നിങ്ങളിലേക്ക് അഭിനന്ദനങ്ങൾ വന്നു ചേരുന്നത് നിങ്ങളുടെ മനസ്സിനെ വളരെയധികം സന്തോഷിപ്പിക്കുകയും നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഉന്മേഷത്തോടെ ചെയ്യുവാൻ പ്രേരണയാവുകയും ചെയ്യും. ഇതിനെല്ലാം പുറമെ കടബാധ്യതകൾ കൊണ്ട് വളരെയധികം വിഷമിച്ച് കടബാധ്യതകളെപ്പറ്റി ചിന്തിച്ചു തന്നെ ശാരീരിക അസ്വസ്ഥതകൾ വരെ അനുഭവിച്ചു കൊണ്ടിരുന്ന ചില മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് ചില സാമ്പത്തിക നേട്ടങ്ങൾ കൈവരികയും അതോടൊപ്പം തന്നെ നിങ്ങൾ നടത്തുന്ന നിക്ഷേപങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ലാഭകരമായ ചില കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ 7-ാം തീയതി തിങ്കളാഴ്ച എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള നിക്ഷേപങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാൻ ഏറ്റവും ഉത്തമമായ ഒരു ദിവസമാണ്. ഈ ഒരു ദിവസം നിങ്ങൾ തുടങ്ങി വയ്ക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഉയർച്ച തന്നെയായിരിക്കും വരുന്നത്. മാത്രമല്ല പുതിയ ജോലിക്കായി തിങ്കളാഴ്ച അതായത് ഏപ്രിൽ മാസം 7-ാം തീയതി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഇരിക്കുന്ന വ്യക്തികൾക്കും ഏറ്റവും നല്ല റിസൾട്ട് തന്നെയായിരിക്കും അതിൽ നിന്ന് ലഭിക്കുന്നത്. എന്തുകൊണ്ടും ഉയർച്ചകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നുള്ളത് മാത്രം നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക. ഇനി രണ്ടാമതായി ഏപ്രിൽ മാസം 7-ാം തീയതി തിങ്കളാഴ്ച നടക്കുന്ന ചൊവ്വയുടെ രാശിമാറ്റം കൊണ്ട് ജീവിതത്തിൽ ഏറ്റവും അധികം സൗഭാഗ്യങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗം ലഭിക്കുന്ന രാശിക്കാർ ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ്. കന്നിരാശിക്കാരുടെ 11-ാം ഭാവത്തിലാണ് ചൊവ്വ സംക്രമണം നടത്തുന്നത്. ഈ ഉത്രം, അത്തം, ചിത്തിര വരുന്ന നക്ഷത്രക്കാരുടെ ഭൂരിഭാഗം ആളുകളുടെയും ഇതുവരെയുള്ള ജീവിതം എടുത്തു നോക്കിയാൽ തൊട്ടടുത്ത് വരെ എത്തിയിട്ട് ഭാഗ്യം തട്ടിത്തെറിപ്പിക്കുന്നത് പോലെയുള്ള അനുഭവങ്ങളും ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളെ ഓർത്ത് ഇപ്പോഴും ദുഃഖം അനുഭവിക്കുന്നവരാണ് കൂടുതൽ ആളുകളും. ഇതിൽ നഷ്ടപ്പെട്ടത് എന്ന് പറയുമ്പോൾ അതിൽ പണം മാത്രമല്ല, സ്നേഹബന്ധങ്ങളും ജീവിതത്തിലെ ഉയർച്ചകളും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുമെല്ലാം ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ ഈ ചൊവ്വയുടെ രാശിമാറ്റത്തോടെ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടു പോയ പലതും തിരിച്ചു പിടിക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, കന്നിരാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾ മറ്റെന്തിനേക്കാളും വളരെയേറെ ശത്രുദോഷത്തെ ഭയക്കുന്നവരുണ്ട്. അതായത് ശത്രുക്കളുടെ ഉപദ്രവം കാരണം ഓരോ ദിവസവും അത്രയധികം കഷ്ടതകളാണ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒന്ന് പറയട്ടെ, ഈ ചൊവ്വയുടെ രാശിമാറ്റം കൊണ്ട് ശത്രുക്കൾ നിങ്ങൾക്ക് ദോഷമായി ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾ മറ്റൊന്നും ചെയ്യാതെ തന്നെ അവരിലേക്ക് തിരിച്ചടിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് തന്നെ കണ്ണാൽ കാണുവാൻ കഴിയും. മാത്രമല്ല ശത്രുക്കൾ വച്ചിരിക്കുന്ന ചില ദൃഷ്ടിദോഷം കൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ ഈ ചൊവ്വയുടെ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അതിനെയെല്ലാം മറികടന്ന് നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഈ ഉയർച്ചകളോടൊപ്പം തന്നെ കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന ചില ശാരീരിക പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മുക്തി നേടുവാനും ഏപ്രിൽ 7-ാം തീയതി തിങ്കളാഴ്ച മുതൽ മികച്ച ആരോഗ്യസ്ഥിതി കൈവരിക്കുവാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ ജീവിതത്തിലെ പ്രശ്നങ്ങളെയെല്ലാം ലഘുവായി കണ്ടുകൊണ്ട് ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോവുക. മഹാഭാഗ്യമാണ് നിങ്ങളെ തുണയ്ക്കുവാൻ പോകുന്നത്. ഇനി മൂന്നാമതായി ഏപ്രിൽ മാസം 7-ാം തീയതി
തിങ്കളാഴ്ച നടക്കുന്ന ചൊവ്വയുടെ രാശിമാറ്റം കൊണ്ട് ജീവിതത്തിൽ ഏറ്റവും അധികം നല്ല കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ പോകുന്ന രാശിക്കാർ വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ്. വൃശ്ചികം രാശിക്കാർക്ക് 9-ാം ഭാവത്തിലാണ് ചൊവ്വയുടെ സംക്രമണം നടക്കുന്നത്. ചൊവ്വയുടെ രാശിമാറ്റം കൊണ്ട് വൃശ്ചികം രാശിക്കാരിൽ നിങ്ങളുടെ മാനസികമായ തലങ്ങൾക്ക് വരെ മാറ്റം സൃഷ്ടിക്കപ്പെടും. അതായത് ജ്യോതിഷ ഫലങ്ങൾ പ്രകാരം നിങ്ങൾ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളിലും വളരെ പോസിറ്റിവിറ്റി നിറഞ്ഞു നിൽക്കുമെന്നും നിങ്ങൾക്ക് ആത്മവിശ്വാസം പൊതുവെ തിങ്കളാഴ്ച മുതൽ കൂടുതലായിരിക്കും എന്നുള്ളതുമാണ് ഫലത്തിൽ കാണുന്നത്. പ്രത്യേകിച്ച് ഒരു ജോലി അന്വേഷിച്ച് വളരെയധികം അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഏപ്രിൽ മാസം 7-ാം തീയതി എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഒരു ദിവസമായിരിക്കും. അതുപോലെ തന്നെ വൃശ്ചികം രാശിക്കാരുടെ ആരോഗ്യത്തിലും ഏറ്റവും മികച്ച പല മാറ്റങ്ങളും സംഭവിക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഏപ്രിൽ മാസം 7-ാം തീയതി. പ്രത്യേകിച്ച് വൃശ്ചികം രാശിക്കാരായി വരുന്ന ചില കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വളരെയധികം നിരന്തരമായി നേരിടുന്നത് കൊണ്ട് മനസ്സ് വിഷമിക്കുന്ന ചില മാതാപിതാക്കളുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് വൃശ്ചികം രാശിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് കൂടുതൽ ആരോഗ്യം കൈവരുവാനും അവർ കൂടുതൽ ഊർജ്ജസ്വലതയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതായും കാണുവാൻ കഴിയും. ഇതിലെല്ലാം ഉപരിയായി ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പാടുകളിലൂടെ ഇപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വൃശ്ചികം രാശിക്കാർക്ക് സ്വന്തമായി നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു ജോലി നേടിയെടുക്കുവാനും ചിലർക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാനുള്ള ഭാഗ്യവും തെളിയുന്നുണ്ട്. എന്തുകൊണ്ടും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം, മറ്റുള്ള എല്ലാ നേട്ടങ്ങളും കൈവരുന്ന ഒരു സമയമായിട്ടാണ് ജ്യോതിഷം ഈ ഒരു സമയത്തെ കാണുന്നത്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.